എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ തിരുനാവായയില് മഹാമാങ്കമേള നടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജനുവരി 18-നാണ് ആരംഭിച്ചത്. ഫെബ്രുവരി 3-ാം തീയതി വരെ ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കുംഭമേള തന്നെയാണ്. കാരണം ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതിപ്പോ നടക്കുന്നത് ശരിക്കും പറയുന്നത് ഒരു റീകണക്ഷൻ തന്നെയാണ്. അപ്പൊ ഒത്തിരി സന്യാസഭാര്യന്മാരും ആചാര്യന്മാരും ഒക്കെ എടുത്ത സങ്കല്പമാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ശരി, മാത്രമല്ല നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഗംഗാ ആരതി അത് നമുക്ക് അത്രയും അടുത്തുനിന്ന് കാണാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഗംഗാ ആരതി എന്റെ ഒരു ഡ്രീം ആയിരുന്നു. കാരണം ആ ഒരു സത്സംഗം മാത്രമല്ല ആ ഒരു മ്യൂസിക് ആ ചെയ്യുന്ന സമയത്ത് ഒരു മ്യൂസിക് ഉണ്ട്. ഒരു ശരിക്കും പറഞ്ഞ ഒരു മെഡിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അത് നമ്മൾ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു നഷ്ടമായിരിക്കും. അപ്പൊ എല്ലാവരും പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അത് ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇഷ്ടം പോലെ പേരുണ്ടാവും. അപ്പൊ അവരെല്ലാവരും അവിടെ എത്തണം. പിന്നെ മാത്രമല്ല ഇന്നലെ അവിടെ പാലം ഓപ്പൺ ആയിട്ടില്ല അക്കരയ്ക്ക് പോകാനുള്ളത്. അപ്പൊ നമുക്ക് പോകാനൊക്കെ എളുപ്പമാണ്. പിന്നെ എല്ലാവരും ഒത്തിരി സംഘടനകൾ സേവാഭാരതി അതുപോലെ തന്നെ ഹരേ കൃഷ്ണന്റെ ടീം അങ്ങനെ പല പല സംഘടനകളും അവർ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത്. മാത്രമല്ല നാട്ടുകാരൊക്കെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഒരു സപ്പോർട്ടായിട്ടാണ്. കുറെ പേരുടെ സങ്കല്പമായിരുന്നു, പക്ഷെ ഇന്നത് ലോകം മുഴുവനുള്ള ആളുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമാമുകുന്ദന്റെ മണ്ണാണ് ഭഗവാന്റെ വാമഭാഗത്ത് അമ്മ ഇരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. പിന്നെ അക്കരയില് ബ്രഹ്മാവിന്റെയും ശിവക്ഷേത്രവും കൂടിയുണ്ട്. അക്കരെ ഇക്കരയായിട്ടാണ്. അപ്പൊ ഇതിന് നടുക്കാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം എന്താ പറയാ, എല്ലാവരും പോകണം എന്നാണ്. കാരണം നമ്മുടെ മലപ്പുറത്താണ്, അടുത്താണ് പോകാൻ. ഈ തിരുവനന്തപുരം നമ്മുടെ ഈ ആലുവ ഭാഗത്ത് വരുന്നവര് കുറ്റിപ്പുറത്ത് ട്രെയിൻ ഇറങ്ങാം. പിന്നെ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവര് തിരൂര് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് മാത്രമേ പോകാനായിട്ട് എല്ലാ ബസ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ സംഘാടകരൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഒരിക്കൽ കൂടെ ഞാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം അഘോരി സന്യാസിമാരൊന്നും ഇങ്ങനെ എത്തിയിട്ടില്ല. സദാ